ഹലോ, ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഷെബിനൊക്കെ മദ്രസയ്ക്ക് പറഞ്ഞയച്ച് ഒരു 7 മണി ആയപ്പോൾ ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അതിൻ്റെ മുന്നേ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് എടുക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അവനെ അവനാ പോകുന്നതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അടുപ്പ് ഒക്കെ കത്തിച്ചിട്ട് ചോറിന് വെള്ളമൊക്കെ വെക്കാറുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ പോയപ്പോൾ തന്നെ ഞാൻ അടുപ്പൊക്കെ ശരിയാക്കിയിട്ട് വെണ്ണൂറൊക്കെ കോരിയിട്ട് അടുപ്പ് കത്തിക്കാൻ നോക്കുകയാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സിൽ ഞാൻ ഇത്ര തടി തോന്നിക്കുന്നുണ്ടെന്ന് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് കേട്ടോ ശ്രദ്ധിക്കണത്. ഒന്നാമത് നമുക്ക് കുറച്ച് വയറൊക്കെ വരുമ്പോൾ നമുക്ക് ഓൾറെഡി കുറച്ച് തടിയും കാര്യങ്ങളും ഉള്ള പോലെ തോന്നും. പിന്നെ ഞാൻ കുറച്ച് ഒരു ലൂസുള്ള ഡ്രസ്സും പിന്നെ അതിൻ്റെ നെറിവും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ടാണ് കേട്ടോ ഇത്ര തടി തോന്നിക്കുന്നത്. പിന്നെ ഞാൻ പ്രഗ്നൻസി ടൈമിൽ തടിക്കാറുണ്ട് കേട്ടോ. ഒരു 5-6 മാസമൊക്കെ ആകുമ്പോഴത്തേന് ഞാൻ തടിക്കാറുണ്ട്. അപ്പോൾ വല്ലാതെ അടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ വല്ലാതെ കോലം കെട്ടിയെന്നൊക്കെ മാറി കുറച്ചൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട് കേട്ടോ. ഇന്ന് അടുപ്പിന് കത്തിപ്പിടിക്കാൻ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും കുറേയൊക്കെ ഉണ്ട് കത്തിപ്പിടിപ്പിച്ച് ശരിയാക്കിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കിടന്നുണ്ടായിരുന്നു കേട്ടോ. ചില ദിവസം പെട്ടെന്നാണ്ട് കത്തിക്കിട്ടും. പിന്നെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്താൽ ചകിരി എന്തെങ്കിലും ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പം നേരത്തെ ചോറൊക്കെ അടുപ്പത്തായാലുള്ളൂ ശിർക്കാക്കും ചോറ് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ അതാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ ചോറ് വെക്കാൻ നിൽക്കുന്നത് കേട്ടോ. ബസ്സൊക്കെ വരുമ്പോഴത്തേന് 9:30 ഒക്കെ ആവും. ആ സമയമൊക്കെ ആവും സ്കൂൾ ബസ് വരുമ്പോഴത്തേന്. ഷീർക്കാക്ക് ഒരു 8:30 ഒക്കെ ആകുമ്പോഴത്തേന് പോകും. അപ്പോൾ നമുക്കൊരു 8:30 ആകുമ്പോഴത്തേന് നമ്മുടെ ചോറും കറികളും കാര്യങ്ങളൊക്കെ ആവണം. പിന്നെ അപ്പം ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പം അതിനുള്ള മാവൊക്കെ റെഡിയാക്കുകയാണ്. ഇവിടെ അധികവും ഇങ്ങനെ പാക്കറ്റൊക്കെ വാങ്ങാറ് തന്നെയാണ് കേട്ടോ. അങ്ങനെ പൊടിച്ച് ഇതാക്കലൊന്നുമില്ല. ആരും പേടിക്കണ്ട, വീഡിയോ സ്പീഡ് കൂട്ടിയതാട്ടോ. അല്ല അതിനടുത്ത് സ്പീഡിലൊന്നല്ല ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ചൂടാൻ തുടങ്ങുകയാണ് കേട്ടോ. പിന്നെ ഐഷു രാവിലെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അവളങ്ങനെ ഹാളിലൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഓളോട് ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുന്നൊക്കെ ഉണ്ട്. മൂത്രയിക്കാനും പല്ലിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ. അപ്പം അങ്ങനെ നമ്മൾ അപ്പം ചൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ അടുപ്പൊക്കെ കെട്ടിട്ട് അടുപ്പ് കത്തിക്കലും ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. കറിക്ക് ഗ്രീൻ പീസ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ കിഴങ്ങൊക്കെ ഇട്ടിട്ട് വെക്കാമെന്ന് കരുതി. പിന്നെ അപ്പത്തിനുള്ള കറിക്കുള്ള ഉള്ളിയും കിഴങ്ങൊക്കെ അരിയാൻ പോവാണ് കേട്ടോ. ഞാൻ ഈ അപ്പം ചുടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. രാവിലത്തെ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ തന്നെ ഞാൻ എന്തായാലും എൻ്റെ പണികളൊക്കെ ഒരുവിധം കഴിക്കാൻ നോക്കും കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾ ഈ നിൽക്കുന്ന സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം ഫ്രീ ആവും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സമയത്ത് നമ്മൾ കിടന്ന് ഓടണം. അപ്പോൾ ആ സമയത്ത് തന്നെ മാക്സിമം പറ്റുന്നത് പോലൊക്കെ ചെയ്ത് തീർക്കും കേട്ടോ. ഇന്ന് ഇപ്പച്ചി വെള്ളം ഏൽപ്പിച്ച് തന്നാൽ മതി എന്നും പറഞ്ഞിട്ട് ഐഷു അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതോട് പിന്നെ എനിക്ക് ആ ഒരു പണി ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ അവളെ പല്ലേൽപ്പിക്കാനും ഒക്കെ പോകണം. പല്ല് തേപ്പിക്കലും അവളെ ബാത്റൂം പോകലും ഒക്കെ ഈ ഒരു ടൈമിൽ തന്നെയാണ് കേട്ടോ. ഞങ്ങളൊക്കെ നീച്ച് പോന്നാൽ അവർ വേഗം അറിയുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെ തീരെ കിടക്കൂല. ഞങ്ങൾ നീച്ച അതേ സ്പീഡിൽ ഷെബിയും കൂടി പോണതിൻ്റെ മുന്നേ അവൾ നീച്ച് വരാറുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ഈ അപ്പവും അതുപോലെ കറിയും പിന്നെ ഉച്ചക്ക് മീൻകറി ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ മീൻകറിക്കുള്ളതൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ അടുപ്പത്തിട്ട് വെള്ളമൊക്കെ തിളച്ചിട്ട് അങ്ങനെ അരിയിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ എല്ലാം അത് എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനേ ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഭാഗത്ത് വെച്ചിട്ട് എൻ്റെ പണികൾ മെനക്കെടാത്ത രീതിയിലാണ് ഞാനൊരു ഭാഗത്ത് വെച്ചിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന പണി
നമ്മളിപ്പോൾ കുക്കിംഗ് കാണുന്നത് വ്ളോഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു 2 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ. പക്ഷേ ഞാൻ എൻ്റെ ഒരു സമയം വെച്ചിട്ട് തന്നെ ഞാൻ സാധാ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. എനിക്കിതിൽ വലിയ മാറ്റം തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓരോരുത്തർ തന്നെ വെച്ച് വീഡിയോ എടുക്കുകയാണ്, അതുകൊണ്ടാവും കേട്ടോ എനിക്കതിന് കുഴപ്പമില്ലാത്ത. നല്ല രീതിയിൽ എടുക്കുന്നവർക്കൊക്കെ ടൈം എടുക്കുന്നുണ്ടാവും. പിന്നെ ഞാൻ ഷെബിയുടെ ബുക്സും കാര്യങ്ങളൊക്കെ ടൈം ടേബിൾ നോക്കി എടുത്ത് വെക്കാണ് കേട്ടോ. എത്ര നേരം ഇല്ലെങ്കിലും ഞാൻ രാത്രി എടുത്തേക്കുന്ന സ്വഭാവം എനിക്കില്ല കേട്ടോ. ഈ രാവിലെ തന്നെ ഞാൻ അതൊക്കെ എടുത്ത് കൊടുക്കുള്ളൂ. എത്ര എടുത്ത് വെച്ചാൽ അവനതൊക്കെ എടുത്ത് പരത്തും ചെയ്യും. അപ്പോൾ നമ്മൾ രാത്രി തന്നെ സെറ്റാക്കി വെച്ചാൽ കാര്യമില്ല, ഒന്നും തരണ കാണും. ഒരു 8:15 സമയമൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോഴും ഞാൻ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ആ ലാസ്റ്റത്തെ അപ്പം അടുപ്പത്തായപ്പോൾ ഞാൻ പിന്നെ അപ്പം കഴിക്കായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കറി ആയാൽ അതിൻ്റെ ഇടയിൽ തന്നെ കഴിക്കാതിരിക്കാറുണ്ട് കേട്ടോ. എൻ്റെ അപ്പം കഴിക്കലും ചൂടലും ഒക്കെ ഒപ്പാണ് ഉണ്ടാവല്. ഇന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കാതിരുന്നിട്ടുണ്ടായിരുന്നത്. തിന്നോ? ഇതായിട്ടുണ്ട്. കുട്ടി ഇവിടുത്തെ തിരികൊക്കെ പോയിക്കോ. അതൊക്കെ നമുക്ക് എഴുതാം. ഇവിടെ ഞങ്ങള് ചായ ഞാന് ക്യാമറ കണ്ടപ്പോൾ പിന്നെ ഓള് ഓരോന്ന് വർത്താനം പറയാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ അവളപ്പം ഇരുന്നിട്ട് ഞാൻ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അവൾ മുഴുവനായിട്ട് കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മീൻകറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ് തിരുമ്പാൻ വേണ്ടിയിട്ട് സോപ്പിലിടാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ ഡ്രസ്സാണ് തിരുമ്പാനുള്ളത്. എൻ്റെ ഡ്രസ്സ് ഞാൻ കുളിക്കുമ്പോൾ അപ്പം തന്നെ തിരുമ്പി ഇടാറാണ് കേട്ടോ. അത് പിന്നെ അധികം ഉണ്ടാവാറില്ല. അപ്പം അങ്ങനെ രണ്ടാളും ഡ്രസ്സ് യൂണിഫോമും കാര്യങ്ങളൊക്കെ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷെബിക്ക് സ്നാക്സ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല. എന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും കൊടുക്കൽ തന്നെയാണ്. ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ അധികം ഞാൻ കൊടുത്തയക്കില്ല കേട്ടോ. കാരണം ഫുഡ് കഴിക്കില്ല. ബിസ്ക്കറ്റ് 2 കഴിക്കണമെങ്കിലും അവർക്ക് വയറ് പെട്ടെന്ന് നിറയും. എന്നിട്ട് ഈ ബേക്കറി ഐറ്റംസൊക്കെ കഴിക്കും. അപ്പോൾ അധികമൊന്നും കൊടുത്തയക്കില്ല. 2-3 ബിസ്ക്കറ്റൊക്കെ തന്നെ കൊടുത്തയക്കുള്ളൂ കേട്ടോ. പിന്നെ ഇല്ലാത്ത ദിവസം കുക്കുംബറോ ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുക്കാറുണ്ട് ബേക്കറി ഇല്ലെങ്കിൽ. പിന്നെ അതിൻ്റെ ഇടയിൽ ഷെബിയുടെ ചുറ്റും പാത്രവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവൻ്റെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, ആക്കിയിട്ടില്ല കേട്ടോ. ചെറുക്കാക്ക് ചോറ് ആവാത്ത കാരണം ഇന്നലെ കുറച്ച് ചോറ് ഫ്രിഡ്ജിലുണ്ടായിരുന്നത് അത് തിളപ്പിച്ചിട്ടിരിക്കുകയാണ്. അതിൽ തൈരും അതുപോലെ തന്നെ ഉപ്പേരി ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഒരു മീൻ കഷ്ണം അതുപോലെ നമ്മുടെ മീൻ കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അടിച്ചുവരായി ഇറങ്ങിയതാണ്. അപ്പത്തിന് ഷെബി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 8:45 ആയിട്ടുണ്ട്. 8:30 അവരുടെ മദ്രസ വിടുക കേട്ടോ. ഇവിടേക്ക് ഒരു 8:45 ആകുമ്പോഴത്തേനും എത്തും. അപ്പം അങ്ങനെ അവനോട് ചാടിക്കാനൊക്കെ പറഞ്ഞു. എത്ര പറഞ്ഞാലും അങ്ങനെ ഇരിക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ പോയി ഇരുത്തണം. ഇരുത്തിയാലാണ് ഇരിക്കുള്ളൂ, അല്ലാതെ ഇരുന്ന് കഴിക്കൊന്നുമില്ല. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും പിന്നാലെ നടന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കണം കേട്ടോ, അല്ലെങ്കിൽ അവനത് ചെയ്യൂല. അപ്പം അങ്ങനെ മദ്രസയത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് കേട്ടോ. അങ്ങനെ അവനെ പറഞ്ഞ് അവിടെ ഇരുത്തി ചായ കൊടുക്കുന്നുണ്ട്. ഞാനപ്പോഴും അടിച്ചുവരി തന്നെയാണ് കേട്ടോ. റൂമൊക്കെ അടിച്ചുവരി കഴിഞ്ഞ് ഹാളൊക്കെ അടിച്ചുവരിയിടുകയാണ്. പിന്നെ ഞാൻ തിരുമ്പും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സ്കൂളിലേക്ക് പറഞ്ഞയക്കണതിൻ്റെ ഇടയിൽ തന്നെ പോയി തിരുമ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ചോറൊക്കെ ഊറ്റി ഷെബിക്കുള്ളതൊക്കെ ആക്കുകയാണ് കേട്ടോ. അവൻ്റെ ചോറ്റും പാത്രത്തേക്ക് ചോറാക്കുകയാണ്. പിന്നെ അവനക്കായിട്ട് സ്പെഷ്യലായിട്ട് പൊരിക്കലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ.
ചോറാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മുട്ടപ്പേരി ആക്കി കൊടുക്കാറുണ്ട്. അത് അവനക്ക് എല്ലാം ഇഷ്ടമായിരിക്കും. പക്ഷെ അത് ഇഷ്ടമായത് എന്താണെന്ന് വെച്ചാൽ അപ്പം അവന് ചോർക്ക് കൂട്ടാതെ അല്ലാതെ കഴിക്കാൻ നോക്കുകയാണ്. ഇപ്പം 2 ദിവസം കൊടുന്നിട്ട് ഇവിടെ ഇരുന്ന് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ കുറെ അതും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അവൻ്റെയിൽക്കും എന്തായാലും ഉപ്പേരി ആക്കുന്നുണ്ട്. തിന്നൂലെന്നൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും വേണ്ടില്ല എന്നുള്ള രീതിയിൽ തിന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ കൂട്ടി കഴിക്കുന്നത് നല്ലതാണല്ലോ. അപ്പം അങ്ങനെ കായപ്പേരിയും അതുപോലെ തന്നെ ചോറിൽ തൈരാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതങ്ങനെ കൂട്ടി കുഴച്ചിട്ട് തൈര് മാത്രമാണെന്നുണ്ടെങ്കിലും അവൻ കഴിക്കും കേട്ടോ. അപ്പം അങ്ങനെ തൈരും ചോറും പാടെയാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ള ചോറും ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടായിരുന്നു കേട്ടോ. നല്ല ആവിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അടുപ്പത്ത് തന്നെ അങ്ങനെ ഇരുന്നിട്ട് കുറച്ചൊക്കെ ആദ്യം ഊറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബാക്കി കുറച്ചുള്ളത് എല്ലാം തിളച്ച് മറിഞ്ഞ് നല്ല ചൂടായിരുന്നു കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അവൻ്റെ ചോറൊക്കെ ആക്കിയതൊക്കെ കെട്ടുകയാണ് കേട്ടോ. ഒരു തുണിയിൽ കെട്ടിയിട്ടാണ് കൊടുത്തേക്കാറുള്ളത്. അപ്പം അങ്ങനെ അതൊക്കെ വെച്ച് കെട്ടി സെറ്റാക്കി വെള്ളവും സ്നാക്സും ഒക്കെ കിറ്റിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ കിറ്റിൽ വെള്ളക്കുപ്പിയാണ് വെക്കാറുള്ളത്. അപ്പോൾ വെള്ളക്കുപ്പി നോക്കുമ്പോൾ അതുമ്മയാണ് ഞാൻ ഫോൺ വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ അത് എടുക്കാതെ ഞാൻ പിന്നെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. വേണ്ട, ഇത് റസൂലൊന്നും വേണ്ട. ഷെബിയേ, ഷെബിയുടെ ട്രൗസറൊക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് അവന് ബാത്റൂം പോവാണ്ട് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. മദ്രസയ്ക്ക് പോകുമ്പോൾ പിന്നെ ട്രൗസറൊന്നും ഇട്ട് പോകാൻ പറ്റില്ലല്ലോ. അവൻ്റെ യൂണിഫോം ട്രൗസറാണ് കേട്ടോ. അപ്പോൾ പാൻറ്റും യൂണിഫോമിൻ്റെ ഷർട്ടും ഇട്ടിട്ടാണ് പോവാറുള്ളത്. അപ്പോൾ വന്നിട്ടാണ് ഇത് മാറ്റി കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇതിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അവിടെ അപ്പുറത്തുനിന്ന് ഐഷുവിൻ്റെ ഷാൾ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ എൻ്റെ ബാക്കിൽ നിന്നിട്ട്. പിന്നെ ക്യാമറ കണ്ട എൻ്റെ 2 മക്കൾക്കും ഓരോ കോപ്രായങ്ങൾ കാട്ടണം കേട്ടോ. എൻ്റെ ഷെബിയാണ് അതിൽ മെയിൻ. അപ്പോൾ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്, ഫോൺ വെച്ചിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ ഓരോന്ന് കിടന്ന് കാട്ടുകയാണ് കേട്ടോ. അങ്ങനെ തിരുമ്പി വന്ന അയൽമെന്ന് ഡ്രസ്സൊക്കെ എടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ തിരുമ്പിയതൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കുറച്ചൊക്കെ അങ്ങനെ എടുത്ത് ഉണങ്ങിയതൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പത്തിന് പിന്നെ ഓരോരുത്തർ സ്കൂളിൽ പോകാറായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ വേഗം ഉണക്കൽ ഞാൻ പോയി വന്നിട്ടാണ് കേട്ടോ ഉണക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് എടുത്ത് വെക്കുന്നേ ഉള്ളൂ. അങ്ങനെ അവനെ കൊണ്ടാക്കി വന്നപ്പത്തിന് ഒരു 9:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനും യേശുവും കൂടിയും ഒരു ഗ്ലാസ് പാലൊക്കെ കുടിച്ചു. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. കാരണം നമ്മൾ 6 മണിക്ക് നീച്ചിട്ട് പിന്നെ ഇപ്പോഴാണ് ഒന്ന് ഇരിക്കുന്നത്. അതുവരെയും കിടന്ന് ഓടുകയാണ്. പിന്നെ നമ്മൾ ഷെബിനെ ആക്കാനാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കയറ്റവും ഇറക്കമൊക്കെ കഴിഞ്ഞ് കയറി ഇറങ്ങി വന്നിട്ടാണ്. അപ്പത്തിന് നമ്മൾ എന്തായാലും ക്ഷീണിക്കുമല്ലോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടന്നിട്ടാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ളതൊക്കെ. അങ്ങനെ കുറച്ച് നേരം കിടന്നു. പിന്നെ നമുക്ക് കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 1:30 തുടക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ തുടക്കലും ബാത്റൂം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പിന്നെ തുടക്കാൻ നിന്നിട്ടില്ല. അടുക്കളയാണ് കേട്ടോ തുടച്ചിട്ടുണ്ട്. അടുക്കള അങ്ങനെ തുടച്ച് പോയിക്കുകയാണ്. പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് തുന്നിയിരിക്കുകയാണ് കേട്ടോ. ചെറിയൊരു തുന്നും കൂടി അതിൽ ഭയങ്കര ടൈറ്റ് ആയിരുന്നു ആ ഡ്രസ്സ്. അപ്പോൾ ചെറിയൊരു തുന്നും കൂടി സൈഡിൽ കൂടെ കണ്ടപ്പോൾ അതും കൂടി അയച്ചാൽ ഇടാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ അത് തുന്നയിക്കാൻ നോക്കുകയാണ് കേട്ടോ. ഐഷു പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവൾ രാവിലെ മുതൽ ഉമ്മമാനെ കാണാൻ പൂതിയാവുകയാണ് ഈ പറഞ്ഞിട്ട് ഫോണൊക്കെ വിളിച്ചിട്ട് അങ്ങനെ എൻ്റെ അനിയൻ വന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുളിച്ച് വന്ന് ചോറൊക്കെ എടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ചോറൊക്കെ കഴിക്കുമ്പോൾ പലരും തെട്ടും. 11:15 ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ ചോറ് കഴിക്കാറുണ്ട്.
പിന്നെ എൻ്റെ ചോറ് വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ ഉച്ചക്കത്തെ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും കാര്യങ്ങളും ഒക്കെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ അപ്പോഴേക്കും ഭയങ്കരമായിട്ട് വിശക്കും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ വേഗം തന്നെ ഫുഡൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഈ ഉച്ച വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിന് ബാക്കിയുള്ളത് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ മീൻകറിയൊക്കെ നല്ല വെള്ളം പോലുള്ളൊരു മീൻകറി ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ എത്ര കാലമായാലും മീൻകറി എൻ്റെ ഇപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ. എനിക്ക് നല്ലൊരു മീൻകറിയുടെ റെസിപ്പി ഇതുവരെ ഞാൻ ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയിട്ടില്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് നല്ല രസം തോന്നും, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന മീൻകറി എനിക്ക് വലിയ അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല കേട്ടോ. പിന്നെ പറയുന്ന പോലെ ഉച്ചക്കത്തെ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് ഒരു 1:30-2 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ ഫ്രീ ആവും കേട്ടോ. 1 മണിയൊക്കെ ആവുന്നതിന് മുന്നേ ഞാൻ ഫ്രീ ആവും. വീഡിയോ എടുക്കൽ മാത്രമാണെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യൽ മാത്രമാണെന്നുണ്ടെങ്കിലും ആ ഒരു സമയമാകുമ്പോഴത്തേനും ഞാൻ പിന്നെ വല്ലാതെ കിടന്ന് അതിലൊന്നും ഇടങ്ങാറാവാറില്ല. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം, സാധാ രീതിയിലുള്ള വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്നിലും അത്ര പെർഫെക്ഷനൊന്നും ആവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പെട്ടെന്ന് കഴിയാറുമുണ്ട്. പിന്നെ ഞാൻ ഉറങ്ങും കേട്ടോ. അപ്പോൾ പലരും ഈ ഒരു സമയത്ത് ഉറങ്ങാൻ പറ്റൂല എന്നൊക്കെ പറയും, പക്ഷെ ഞാൻ എത്ര ശ്രമിച്ചാലും ഞാനങ്ങനെ അത് വിചാരിച്ചിട്ടല്ല, അത് പറയുന്നത് കൊണ്ടൊന്നല്ല, പക്ഷെ എന്നാലും എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നാലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റലില്ല കേട്ടോ. ഞാൻ അറിയാതെ പെട്ടെന്ന് ഉറങ്ങിപ്പോകും കേട്ടോ. അങ്ങനെ വൈകുന്നേരത്തെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ശേഷം എൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമുള്ള വ്ളോഗ് വേറെ തന്നെ അപ്ലോഡ് ചെയ്യണ്ട കേട്ടോ. ഇന്ന് എടുക്കുമെന്ന് അറിയില്ല, ഇനി പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് എടുക്കാം. പിന്നെ ഈ ഒരു വീഡിയോ കാണുന്ന പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര മാസമായി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.